നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറമാണ് എൻ്റെ മെയിൻ ലൊക്കേഷൻ. കൊച്ചുവാവയുടെ തറവാടായിട്ട് കാണിക്കും. കാട്ടുകുതിര. അതെ. അപ്പോൾ അതിലെ പോകുമ്പോഴത്തേക്കും എല്ലാ ദിവസവും ഈ യൂണിറ്റ് വണ്ടികളും കാര്യങ്ങളും ഇങ്ങനെ ഒരു ജാഥയായിട്ടാണല്ലോ പോകുന്നത്. അതിങ്ങനെ പോകുമ്പോഴത്തേക്കും അപ്പം അന്ന് എൻ്റെ മൂത്ത പെങ്ങളുണ്ട്. അപ്പോൾ ആളെ എടുത്ത് ഇങ്ങനെ എളിയിലിങ്ങനെ വെച്ചിട്ട് ഡാഡിച്ച് ഇങ്ങനെ ഈ വണ്ടി പോണത് ഇങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു എല്ലാ ദിവസവും. ഡാഡിച്ച് ഇങ്ങനെ പറയും, മമ്മി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, അങ്ങനെ ഭയങ്കര വിഷമമായിരുന്നു എന്നുള്ളത്. കാര്യം ഇത് ദൂരെ എവിടെയോ ആണെങ്കിൽ പോലും അത്രയും വിഷയമില്ല. അപ്പോൾ പറയുന്ന ഇതിൽ ഈ പോകുന്നൊരു വണ്ടിയിൽ എന്നെ കയറ്റിക്കൊണ്ടുപോയി ഞാൻ ചെയ്യേണ്ട ഒരു വേഷമല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒത്തിരി വിഷമിച്ച് നിൽക്കുമായിരുന്നു ഈ വണ്ടി പോണ കാണുമ്പോഴത്തേക്കെന്ന് പറഞ്ഞ് എപ്പോഴും പറയുമായിരുന്നു. എൻ്റെ ആദ്യ വർഷമാണ്. അപ്പം എൻ്റെ നാടകം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദുഃഖം മുഴുവനും പങ്കുവെച്ചേക്കണ കൂടുതൽ എൻ്റെ അടുത്താണ്. അപ്പം ഞാനത് ആശ്വസിപ്പിക്കുന്നതെന്ന് പറഞ്ഞാൽ രാജേട്ടൻ അത് ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അത് ചെയ്തു കഴിഞ്ഞാൽ ആ നാടകത്തിൽ ചെയ്ത പോലെ തന്നെ സിനിമയിലും ചെയ്തു എന്നുള്ള നാടകം ചെയ്തത് ലോകം മുഴുവൻ കണ്ടതാണ്. കണ്ടാണ്. അതങ്ങനെ പെട്ടെന്ന് രാജേട്ടൻ ചെയ്യാതിരിക്കുമ്പോഴാണ് രാജേട്ടനെ കുറിച്ച് വീണ്ടും ഡിസ്കഷൻ വന്നത്. പിന്നെ നമ്മൾ ഇനി കുറച്ച് നാൾ കഴിയുമ്പോൾ രാജേട്ടന് വേറെ പടങ്ങൾ വരും, ഞാൻ എഴുതുന്ന പടത്തിലൊക്കെ അഭിനയിക്കാനായിട്ടുള്ള രീതിയിലൊക്കെ വരും എന്ന് വെറുതെ ഒരു ഭംഗിവാക്ക് പറഞ്ഞാണ്. അന്ന് സിനിമ എഴുതുമെന്ന് പോലും എന്റെ സ്വപ്നത്തിലില്ല. എന്നാലും ഞാൻ പറഞ്ഞു ഞാനൊക്കെ എഴുതുന്ന സ്ക്രിപ്റ്റിലൊക്കെ രാജേട്ടൻ അഭിനയിക്കും.